നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സമരാനുകൂലികൾ ട്രെയിൻ തടയുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയും വേണാട് എക്സ്പ്രസും വൈകിയാണ് ഓടിത്തുടങ്ങിയത്. വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. KSRTC സർവീസുകൾ നടത്തുന്നില്ല. ഇൻകുലാബ് വിളിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. പൊതുമേഖലയെ വിട്ടുതുണയ്ക്കും. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സമരാനുകൂലികൾ ട്രെയിൻ തടയുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദിയും വേണാട് എക്സ്പ്രസും വൈകിയാണ് ഓടിത്തുടങ്ങിയത്. വിവിധ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. KSRTC സർവീസുകളും നടത്തുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ് ചേരുന്നു. വിനോദ്, ഏതൊക്കെ ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് തടഞ്ഞത്? ഒപ്പം തന്നെ സമാനമായ രീതിയിലുള്ള സമരം തുടരാൻ തന്നെയാണോ നീക്കം? വിശദാംശം. ആര്യ, അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്ക് ഇപ്പോഴും അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള സമരം തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് പുലർച്ചെ 5 മണി മുതൽ സമരക്കാർ ട്രെയിനുകൾ തടഞ്ഞു. വേണാട് എക്സ്പ്രസ് ആണ് ആദ്യം തടഞ്ഞത്. പിന്നീട് രക്തസാഗർ എക്സ്പ്രസ്, ജനശതാബ്ദി, തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ തുടങ്ങിയ ട്രെയിനുകളും തടഞ്ഞു. ഈ സമരക്കാരെ പിന്നീട് റെയിൽവേ പോലീസ് ഇവിടേക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റി. 50 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ പോലീസ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. തടഞ്ഞത് 4 ട്രെയിനുകളാണെങ്കിൽ കൂടി ഇതിന് പിന്നാലെ പോകേണ്ട ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ വരെ ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. മറ്റിടങ്ങളിലും ട്രെയിൻ തടയാൻ സമരക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ യാത്രാ സമയത്തിൽ വലിയ കാലതാമസമുണ്ടാകും. ഇത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും. കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലും വിവിധ സ്റ്റേഷനുകളിലായി ട്രെയിനുകൾ തടഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരം പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ, തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഈ സമരരംഗത്തുണ്ട്. BMS ഒഴികെ ബാക്കി മുഴുവൻ സംഘടനകളും ഈ സമരരംഗത്തുണ്ട്. ബാങ്കിംഗ് മേഖലയിലും കാർഷിക മേഖലയിലും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ജനവിരുദ്ധ നയങ്ങൾ എന്ന് ആരോപിച്ചാണ് ഈ സമരവുമായി ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് പോകുന്നത്. 48 മണിക്കൂർ പണിമുടക്കാണ്. മറ്റൊരു കാര്യം, ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണ്. ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കരുത്, വാഹനങ്ങൾ തടയരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സമരക്കാർ ഇതുവരെ പറയുന്നത് നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കില്ല, സ്വകാര്യ വാഹനങ്ങൾ തടയില്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നില്ല, KSRTCയും സർവീസ് നടത്തുന്നില്ല. മറ്റ് ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ട് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ DGP ലോക്നാഥ് ബെഹ്റ ഇത് സംബന്ധിച്ച് IG-മാർക്കും ADGP-മാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും ഒക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കണം. പൊതുമുതലിന് സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്വത്തുവകകൾക്കും സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം തന്നെ DGP നൽകിയിട്ടുള്ളത്. ഏതായാലും സമരത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ അതിശക്തമായി തന്നെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്. വിനോദ്, ഒപ്പം തന്നെ KSRTC സർവീസ് നടത്തുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എങ്കിൽ തന്നെയും പമ്പയിലേക്കുള്ള സർവീസുകൾ തുടരും എന്നാണ് കിട്ടുന്ന വിവരം. എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് അതിൽ തടസ്സമുണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ KSRTC മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. നമ്മൾ തൊഴിലാളി സംഘടനകളുടെ അക്കാര്യത്തിലെ നിലപാടും ആരാഞ്ഞിരുന്നു. അവർ വ്യക്തമാക്കിയതും ശബരിമല സർവീസുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് പണിമുടക്ക് കൊണ്ടുപോകില്ല, എന്നാൽ അതിൻ്റെ മറവിൽ മറ്റ് സർവീസുകൾ നടത്താമെന്ന് മാനേജ്മെന്റ് കരുതേണ്ട എന്ന ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസം തൊഴിലാളി സംഘടനകൾ നൽകിയത്. ഏതായാലും മറ്റ് ഡിപ്പോകളിൽ നിന്ന് ഉൾപ്പെടെ
അയ്യപ്പന്മാർക്ക് വേണ്ടി, അതായത് ശബരിമല സർവീസുകൾ KSRTC നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് അത് മുടങ്ങാതെ നടക്കുമെന്ന് KSRTCയും ആ സർവീസുകൾ തടസ്സപ്പെടുത്തില്ലെന്ന് സമരക്കാരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡിപ്പോകളിൽ നിന്ന് സാധാരണഗതിയിലുള്ള സർവീസുകൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഓട്ടോയോ ടാക്സിയോ വലിയ തോതിൽ നിരത്തിലിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെ ഈ പണിമുടക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്നത്തെ യാത്രകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് റെയിൽവേ സ്റ്റേഷനിലും കാര്യമായ തിരക്ക് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. സർക്കാർ ഓഫീസുകളോ പൊതുവിദ്യാലയങ്ങളോ ഉൾപ്പെടെയുള്ളവ ഇന്ന് പ്രവർത്തിക്കാൻ ഇടയില്ല. സെക്രട്ടേറിയറ്റിലെ ഹാജർ നില ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വരും മണിക്കൂറുകളിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പണിമുടക്കിൻ്റെ ആദ്യ മണിക്കൂറുകൾ അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സമരം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ട്രെയിനുകൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വ്യാപകമായി തടയുന്നു. പുറത്തും വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ നേതാക്കൾ നൽകിയ ഉറപ്പുകൾ, അതായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും കഴിഞ്ഞ ഹർത്താലിൽ തന്നെ നിലപാടെടുത്തിരുന്നു. കടകൾ തുറക്കുമെന്ന്. കോഴിക്കോട് മിഠായി തെരുവിൽ അവർ കടകൾ തുറന്നതാണ്. അതിനുശേഷം അവിടെ അക്രമികളെത്തി അത് തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നും ഏതായാലും കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കും എന്ന് തന്നെയാണ് വ്യാപാരികൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും കടകൾ അടപ്പിക്കില്ല, നിരത്തിലിറങ്ങുന്ന സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സമരാനുകൂലികൾ സ്വീകരിച്ചിട്ടുള്ളത്. ആര്യ വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വൈകി ഓടുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി 1 മണിക്കൂർ 33 മിനിറ്റ് വൈകി ഓടും. മംഗലാപുരം കോഴിക്കോട് പാസഞ്ചർ 32 മിനിറ്റ് വൈകുന്നു. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 45 മിനിറ്റ് വൈകി ഓടുന്നു. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് 49 മിനിറ്റ് വൈകുന്നു. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് 20 മിനിറ്റ് വൈകുന്നു. വേണാട് എക്സ്പ്രസ് 1.5 മണിക്കൂർ വൈകുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 1 മണിക്കൂർ 22 മിനിറ്റ് വൈകുന്നു. മംഗലാപുരത്തേക്കുള്ള പരശുരാം എക്സ്പ്രസ് 49 മിനിറ്റ് വൈകുന്നു. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് 24 മിനിറ്റ് വൈകുന്നു. മറ്റു വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചീക്കോട് ശുദ്ധജല പദ്ധതിയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് കൊണ്ടോട്ടി നഗരസഭ അനുമതി നൽകി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലക്ഷാമമുള്ള മേഖലകളിലേക്ക് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചീക്കോട് പദ്ധതിയിൽ നിന്ന് വെള്ളമെത്തിക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൊണ്ടോട്ടി നഗരസഭ ഉപാധികളുമായി രംഗത്തെത്തിയത്. മലപ്പുറം കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായ കാര്യങ്ങൾക്ക് നഗരസഭാ യോഗം അംഗീകാരം നൽകി. വെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ 70 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിയിലേക്ക് അടക്കുവാനും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 15 ദിവസത്തിനകം പണി പൂർത്തീകരിക്കാനും നഗരസഭ തീരുമാനിച്ചു. 5-ാം തീയതി ഈ കളക്ടർ മീറ്റിംഗിൽ വെച്ച് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. കളക്ടർ ഞങ്ങളോട് സൂചിപ്പിച്ചത് ഇന്ന് 10:30 മണിക്ക് അടിയന്തരമായി കൗൺസിൽ യോഗം ചേർന്ന് താഴെ പറയുന്ന തീരുമാനങ്ങൾ അടിയന്തരമായി കൈക്കൊള്ളണം എന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ന് 10:30 മണിക്ക് ഞങ്ങൾ അടിയന്തര കൗൺസിൽ യോഗം ചേരുകയും ആ അടിയന്തര കൗൺസിൽ യോഗത്തിൽ എയർപോർട്ട് അതോറിറ്റിക്ക് വെള്ളം കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി ഞങ്ങൾ ഇന്ന് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അനുമതി പത്രം വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ കൊടുക്കും. മേലങ്ങാടി മുതൽ എയർപോർട്ടിന് താഴെ ഭാഗം വരെയുള്ള സ്ഥലത്തേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ ആവശ്യമായ 60 ലക്ഷം രൂപ കണ്ടെത്തും. എയർപോർട്ട് അതോറിറ്റിയുടെ CSR ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും MLA മുഖേന 20 ലക്ഷം രൂപയും കണ്ടെത്താനാണ് തീരുമാനം. CSR ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ മുഖേന അപേക്ഷ നൽകാനും കൊണ്ടോട്ടി നഗരസഭാ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 കൊണ്ടോട്ടി. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. MLA ഫണ്ടും സർക്കാർ ഫണ്ടും ഏകോപിപ്പിച്ച് പശ്ചാത്തല സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തും. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് മുൻപേ തന്നെ കൊടുവള്ളിയിൽ ക്രിസ്റ്റൽ എന്ന പേരിൽ പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. കാരാട്ട് റസാഖ് MLAയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിയാണ് ക്രിസ്റ്റൽ കമ്മിറ്റി രൂപീകരിച്ചത്.
മണ്ഡലത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ആദ്യ വർഷം പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുക്കുകയും 5.5 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു. കെട്ടിട സൗകര്യങ്ങൾക്കൊപ്പം ഡിജിറ്റൽ ക്ലാസ് മുറികളും ഒരുക്കി. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികളും നടപ്പിലാക്കി വരികയാണ്. സ്കൂളുകളുടെ വികസനത്തിനായി 15.5 കോടി സർക്കാർ അനുവദിച്ചതായി കാരാട്ട് റസാഖ് MLA. സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്മാർട്ട് ക്ലാസ് റൂമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ് റൂമുകളും സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമായി മാറാൻ പോവുകയാണ്. സ്കൂളുകളുടെ ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാനും വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കുന്നതിന് കിറ്റ്കോയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൊടുവള്ളിയിൽ നടപ്പിലാക്കുന്ന എന്റെ മണ്ഡലം നന്മയുടെ മണ്ഡലം പദ്ധതിയുടെ ഭാഗമായുള്ള ക്രിസ്റ്റലിന്റെ നേതൃത്വത്തിലാണ് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് 18 കൊടുവള്ളി. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി N. സുരേന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. ഹോമിയോ ആശുപത്രിയിലേക്ക് മരുന്നെത്തിച്ചതുമായി ബന്ധപ്പെട്ട് വ്യാജ വാഹന നമ്പർ ഉപയോഗിച്ച് ബില്ല് മാറിയത് മുൻപ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിജിലൻസ് നേരിട്ടെത്തി നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തുടർന്നാണ് പഞ്ചായത്ത് ഡയറക്ടറുടെ സസ്പെൻഷൻ ഉത്തരവ്. ഇനി കാർഷിക കേരളം. കൃഷിയുടെ അറിവും അനുഭവവും പങ്കിടാൻ അന്തിക്കാട് കാർഷിക ഗ്രാമത്തിൽ കാർഷിക വിദ്യാർത്ഥികളെത്തി. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 100-ലധികം പേരാണ് അന്തിക്കാടെത്തിയത്. കർഷകരായി മാറി അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി വിദ്യാർത്ഥികളാണ് അന്തിക്കാട്ടെ കാർഷിക ഗ്രാമത്തിലെത്തിയത്. 10 ദിവസം ഗ്രാമത്തിൽ ചെലവിട്ട് മണ്ണിനെ അടുത്തറിയുക എന്നതാണ് ലക്ഷ്യം. പരമാവധി ഇവരുടെ ഗുണകരമായ രീതിയിൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ കർഷകരുമായി ഇടപെടാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാർഷിക സഹവാസ പരിപാടി നിറവിന്റെ ഭാഗമായാണ് സന്ദർശനം. ലാബിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിയുള്ള പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗത കർഷകരുടെ അറിവുകളെ സ്വായത്തമാക്കാനും ആധുനിക മരുന്ന് പ്രയോഗങ്ങളും യന്ത്രവൽകൃത കൃഷിരീതികളെക്കുറിച്ച് അവബോധം നൽകുവാനും പദ്ധതിയുണ്ട്. 5 പേർ വീതമുള്ള 21 ഗ്രൂപ്പുകളാണ് പഠനത്തിനെത്തിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അലൻ തോമസിന്റെ നേതൃത്വത്തിലാണ് സംഘം അന്തിക്കാട് മേഖലയിൽ പഠനം നടത്തുന്നത്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ കർഷകരുടെ കൂടെ പാടത്ത് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കത്തക്ക വിധം അവരോട് ചേർന്ന് നിന്നും പഠിക്കുവാനും അവർക്കുള്ള അറിവ് പകരുവാനും വേണ്ടിയാണ് അവർ ഈ ക്യാമ്പിന് വന്നിരിക്കുന്നത്. നെൽകൃഷിയിൽ കീടനാശിനി പ്രയോഗം കൂടുതലാണെന്ന് കണ്ടെത്തിയ സംഘം കർഷകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ 100 മേനി വിളവ് കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എങ്ങനെ ഈ കർഷകർ ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് പോലും എങ്ങനെ അവർ നമുക്ക് ഈ 100 മേനി വിളവ് തരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ട് പഠിക്കാനാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. അന്തിക്കാട് ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിൽ വിദ്യാർത്ഥി സംഘം അഗ്രോ ക്ലിനിക്കുകളും നടത്തുന്നുണ്ട്. വെള്ളായണി സസ്യരോഗ വിഭാഗം മേധാവി ഡോക്ടർ M. ജോയ് ക്ലാസ് നയിക്കും. ന്യൂസ് 18 തൃശൂർ. പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിക്കാനൊരുങ്ങി കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ. വേങ്ങര പോലീസ് സ്റ്റേഷനിലാണ് ആദ്യഘട്ടമായി വിദ്യാർത്ഥികൾ പാഷൻ ഫ്രൂട്ട് തൈകൾ നട്ടുപിടിപ്പിച്ചത്. പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടക്കൽ മലബാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടമായി വേങ്ങര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തൈകൾ നട്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും രക്തശുദ്ധീകരണത്തിനുമെല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ഫലവർഗ്ഗമാണ് പാഷൻ ഫ്രൂട്ട്. കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായി വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വൃത്തിയാക്കുകയും സ്റ്റേഷനിൽ പാഷൻ ഫ്രൂട്ട് പോലുള്ള ചെടികൾ നട്ട് പിടിപ്പിക്കുകയും കൂടാതെ അവർക്ക് സ്റ്റേഷനിലെ വിവിധ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളതും. അഡീഷണൽ SIമാരായ സജീഷ്, വത്സൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ 2ാം ഘട്ടമായി കൂടുതൽ തൈകൾ വളർത്തിയെടുത്ത് വീടുകളിൽ വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 തിരൂർ. ശൈത്യകാലത്തിന്റെ മഞ്ഞും കുളിരും നിറഞ്ഞ മീശപ്പുലിമലയിൽ സഞ്ചാരികളുടെ തിരക്ക്. സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ വാഹന സൗകര്യവും ടെന്റും ട്രക്കിംഗും അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി KFTC. പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് മനോഹരമായ സ്ഥലങ്ങളിൽ പ്രധാനമാണ് മീശപ്പുലിമലയും കൊളുക്കുമലയുമെല്ലാം. അതിശൈത്യം ആരംഭിച്ചതോടെ
നിരവധി വിനോദസഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ട്രെക്കിങ്ങിനായി എത്തുന്നത് മീശപ്പുലിമലയിലേക്കാണ്. അതിരാവിലെയാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. 7.5 കിലോമീറ്റർ ദൂരം കാൽനടയായി താണ്ടി വേണം മീശപ്പുലിമലയിലെത്താൻ. മൂന്നാറിൽ ഇപ്പോൾ തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ മീശപ്പുലിമലയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലം എന്നും കേട്ടു. നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നല്ലൊരു താമസ സൗകര്യം ഇവിടെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്, ട്രെക്കിംഗ് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. മഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. KFDCയുടെ നേതൃത്വത്തിലാണ് മീശപ്പുലിമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്നത്. മൂന്നാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്താണ് KFDCയുടെ ബേസ് ക്യാമ്പ്. ഇവിടെ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ KFDCയുടെ റോഡോമെൻഷൻ കോട്ടേജിലെത്താം. ഇവിടെ നിന്നാണ് ട്രക്കിംഗ് തുടങ്ങുക. പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം വന്യമൃഗങ്ങളും കാഴ്ചയുടെ തിരുനൊരുക്കി സഞ്ചാരികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ KFDC ഭക്ഷണവും താമസവും വാഹന സൗകര്യവും അടക്കമുള്ള പാക്കേജുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കുന്നതിനും നടപടി തുടങ്ങി. തീർത്തും പ്രകൃതി സൗഹൃദമായ ട്രക്കിംഗാണ് ഇവിടെ നടത്തുന്നത്. പ്രത്യേകമായി പരിശീലനം നേടിയ ഗൈഡുകൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സുരക്ഷയും നൽകി ഒപ്പമുണ്ട്. ന്യൂസ് 18 മൂന്നാർ. ഇടവേള. വാർത്തകളിലേക്ക്. എറണാകുളം പിറവത്ത് CPM CPI തർക്കം രൂക്ഷം. പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാണ് CPI യുവജന സംഘടനയായ AIYFന്റെ ആരോപണം. 4 മാസം മുമ്പ് ചില DYFI പ്രവർത്തകർ AIYFൽ ചേർന്നതോടെയാണ് യുവജന സംഘടനകൾ തമ്മിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. AIYFൽ ചേർന്നവരെ പോലീസിന്റെ സഹായത്തോടെ വേട്ടയാടുകയാണ് എന്നാണ് ആരോപണം. പുതുവത്സരാഘോഷങ്ങൾക്കിടെ സംഘർഷമുണ്ടായപ്പോൾ AIYF പ്രവർത്തകർക്കെതിരെ മാത്രം പോലീസ് നടപടിയുണ്ടായെന്ന് CPI ആരോപിക്കുന്നു. 2 പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു. പിറവത്തെ പ്രാദേശിക നേതൃത്വം AIYF പ്രവർത്തകർക്കെതിരെ പിറവത്തെ CIA ഒരു ചട്ടുകമായി, രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരാതികളും വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ AIYF ആലോചിക്കുന്നത്. ആരോപണം DYFI നിഷേധിച്ചു. സംഘർഷത്തിൽ 2 പാർട്ടികളിലെ പ്രവർത്തകർക്കെതിരെയും നടപടിയെടുത്തുവെന്ന് പോലീസ് വിശദീകരിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. വിധവയായ സ്ത്രീക്ക് കൈത്താങ്ങായി മലപ്പുറം ചീക്കോട് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ. ചീക്കോട് കാളാട്ട് ഫാത്തിമയുടെ വീട് പണിയിൽ പങ്കാളികളായാണ് ക്ലബ് അംഗങ്ങൾ മാതൃകയായത്. നാളുകളേറെയായി ഫാത്തിമയുടെ വീടിന്റെ പണി ആരംഭിച്ചിട്ട്. വിധവയായ ഫാത്തിമയ്ക്ക് 5 പെൺമക്കളാണുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറെ. വീടിന്റെ പണി വാർപ്പ് വരെ എത്തിയെങ്കിലും പിന്നീട് തുടരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സഹായഹസ്തവുമായി ചീക്കോട് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങളെത്തിയത്. മെമ്പർമാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസമൊക്കെ പണി ലീവാക്കിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുള്ള സിമെന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ച് സംഘടിപ്പിച്ചെടുത്തതാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 50ഓളം യുവാക്കൾ ചേർന്ന് വീട് തേച്ചെടുത്തത്. ക്ലബിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്ന 2ാമത്തെ വീടാണിത്. അത് അർഹതപ്പെട്ടവർക്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് കമ്മിറ്റി ഭാരവാഹികൾ പോയി നോക്കിയതിന് ശേഷം ഇത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ ജോലി ഏറ്റെടുക്കുന്നത്. പലരിൽ നിന്നാണ് ഫാത്തിമയുടെ വീട് തേക്കാനുള്ള സിമന്റ് ഇവർ സംഘടിപ്പിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുകയാണ് ക്ലബിന്റെ ലക്ഷ്യമെന്നും ഇവർ സൂചിപ്പിക്കുന്നു. ന്യൂസ് 18 ചീക്കോട്. എല്ലാ വയോജനങ്ങൾക്കും കട്ടിൽ എന്ന പദ്ധതിയുമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത്. പിന്നോക്ക വിഭാഗങ്ങൾക്കും ജനറൽ വിഭാഗത്തിലും കട്ടിൽ നൽകിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. വയോജനങ്ങൾ നിലത്ത് അന്തിയുറങ്ങരുതെന്ന ലക്ഷ്യത്തോടെയാണ് വാഴക്കാട് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിൽ ജനറൽ വിഭാഗത്തിനും പട്ടിക വിഭാഗങ്ങൾക്കുമായി പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. 49,96,000 രൂപയാണ് ജനറൽ വിഭാഗത്തിനു വേണ്ടി മാറ്റിവെച്ചത്. SC വിഭാഗത്തിനായി 43,04,000 രൂപയും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളായ ആരും തന്നെ തറയിൽ കിടക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു തീരുമാനമാണ് ഈ ഭരണസമിതിക്കുള്ളത്. ആയതുകൊണ്ടാണ് ഇപ്പോൾ SC വിഭാഗത്തിൽ നമുക്ക് അപേക്ഷകളില്ലാത്ത ഒരു ഘട്ടമുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കട്ടിൽ കൊടുക്കുക SC വിഭാഗത്തിൽ എന്നതാണ് നമ്മളുടെ തീരുമാനം. നിലവിൽ ജനറൽ വിഭാഗത്തിനു വേണ്ടിയുള്ള കട്ടിലുകളാണ് വിതരണം ചെയ്തത്. ആക്ടിംഗ് പ്രസിഡന്റ് ജയ്സൽ എളമരം 150 കട്ടിലുകൾ വിതരണം ചെയ്തു. SC വിഭാഗത്തിനുള്ളത് വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും കട്ടിൽ വിതരണം നടത്തിയിരുന്നു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, ICDS സൂപ്പർവൈസർ P. ബാസിമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 വാഴക്കാട്.
മാലിന്യമുക്തമാകാൻ കോടികൾ ചെലവഴിച്ചിട്ടും മാലിന്യവാഹിയായി തുടരുകയാണ് കായംകുളം കരിപ്പുഴത്തോട്. പല വർഷങ്ങളിലായി കോടികളാണ് കരിപ്പുഴത്തോടിന്റെ നവീകരണത്തിനു വേണ്ടി ചെലവാക്കിയത്. 2 പദ്ധതികളിലായി 11 കോടിയോളം രൂപയാണ് കരിപ്പുഴത്തോടിന് വേണ്ടി ചെലവഴിച്ചത്. വിവാദങ്ങളും ഏറെയുണ്ടായി. 5 വർഷം മുമ്പാണ് സുനാമി ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ വിനിയോഗിച്ചത്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവഴിച്ചതും വിഫലമായി. തോട്ടിലെ ചെളിയും മാലിന്യവും നീക്കം ചെയ്ത് കനാലിന്റെ ഇരുകരകളും സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തുക, ഇരുകരകളും സൗന്ദര്യവൽക്കരിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തത്. എന്നാൽ പേരിന് മാത്രം ചിലയിടങ്ങളിൽ മിനുക്കുപണി ചെയ്യുക മാത്രമാണുണ്ടായത്. അധികൃതർ വരുത്തിയ ബോധപൂർവമായ വീഴ്ച മൂലമാണ് പദ്ധതികളൊന്നും പ്രയോജനപ്പെടാതെ പോയതെന്നാണ് പരാതി. തോട്ടിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പലയിടത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നാണ് ആരോപണം. സർക്കാർ കാലാകാലങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് നവീകരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ നവീകരണ പദ്ധതികളൊന്നും ഫലപ്രദമാകുന്നില്ല. അതിന് കാരണം ഇതിലേക്ക് വന്നടിയുന്ന മാലിന്യങ്ങളാണ്. ഇറച്ചി മാലിന്യങ്ങൾ, കോഴി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ള ജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട് എത്ര ശുചീകരിച്ചാലും ശരി വീണ്ടും മലിനീകരിക്കപ്പെടുന്ന തോടായി ഇത് മാറിയിരിക്കുകയാണ്. കായംകുളം മാർക്കറ്റിലെ പച്ചക്കറി മാലിന്യങ്ങളും ഇറച്ചി മാലിന്യങ്ങളും ഈ തോട്ടിലാണ് തള്ളുന്നത്. കൂടാതെ മത്സ്യ മാർക്കറ്റിൽ പാലത്തിനോട് ചേർന്നിടത്തും ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് തള്ളുന്നത്. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലെ മാലിന്യങ്ങളും തള്ളുന്നതും ഈ തോട്ടിലാണ്. ജനവാസ മേഖലയായ ഇവിടെ അടിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് 18 കായംകുളം. കവയത്രി വിജയശ്രീ മധുവിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കൊല്ലം ഭരണിക്കാവിൽ നടന്ന ചടങ്ങിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രനാണ് പുസ്തക പ്രകാശനം നടത്തിയത്. ചടങ്ങിനോടനുബന്ധിച്ച് കവി സംഗമവും കവിയരങ്ങും സംഘടിപ്പിച്ചു. വിജയശ്രീ മധുവിന്റെ ദൈവം വരുന്നുണ്ട് എന്ന കവിതാ സമാഹാരമാണ് പുരോഗമന കലാസാഹിത്യ സംഘം കുന്നത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തത്. കൊല്ലം ഭരണിക്കാവ് JMHSൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ച് കവി ഏഴാച്ചേരി രാമേന്ദ്രൻ കാവ്യകൗമുദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കാഞ്ഞാവള്ളി ഗോപാലകൃഷ്ണൻ നായർക്ക് നൽകി പ്രകാശനം ചെയ്തു. സംഗീതമാണ് സരസ്വതി ദേവിയുടെ ഒരു മുലയെങ്കിൽ രണ്ടാമത്തെ മുല, അതാണ് സാഹിത്യം. അപാദമധുരമാണ്, ആലോചനാമൃതമാണ് രണ്ടാമത്തേത്. സംഗീത സംവിധായകൻ കിളിമാനൂർ രാമവർമ്മയുടെ സംഗീതാർച്ചനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ഭരണിക്കാവ് JMHSൽ ഹിന്ദി അധ്യാപകനുമായ വിജയശ്രീ മധുവിന്റെ പ്രഥമ കവിതാ സമാഹാരമാണ് ദൈവം വരുന്നുണ്ട് എന്ന പുസ്തകം. എൻ്റെ ജീവിതാനുഭവങ്ങളും എല്ലാ കാര്യവും ഒരു ജീവിതാനുഭവത്തിലൂടെയുള്ള ഒരു നേർക്കാഴ്ചയാണ് എൻ്റെ കവിതയിൽ ഉടനീളമുള്ളത്. പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന കവിയരങ്ങ് കവി ഇഞ്ചക്കാട്ട് ബാലേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കരൻ പൊതുവാൾ, MLAമാരായ N വിജയൻപിള്ള, കോവൂർ കുഞ്ഞുമോൻ, കവി ചവറ KS പിള്ള, കവി രാജൻ കൈലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് സാഹിത്യ പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ഭരണിക്കാവ്. പ്രളയബാധിത പ്രദേശമായ കരിമ്പൻകാനത്തിൽ നിന്ന് ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടപ്പ് സമരം സംഘടിപ്പിച്ചു. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദുരിതബാധിതരെ കണ്ടെത്തിയതിലെ അപാകത പരിഹരിക്കുക, പട്ടയമില്ലാത്ത ദുരിതബാധിതർക്ക് സഹായം നിഷേധിക്കുന്ന സർക്കാർ തീരുമാനം മാറ്റുക, ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടപ്പ് സമരം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസാണ് ജാഥ നയിച്ചത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടം. നമസ്കാരം.